ഈ ചെറുക്കൻ നിലത്തൊരു കുഴിയുണ്ടാക്കുമ്പോഴെല്ലാം അവന് 2430 മില്യൺ കിട്ടും. പക്ഷെ ഇത് സാധാരണ കുഴിയെടുക്കലല്ല. രാജ്യത്തെ എണ്ണ പൈപ്പ് ലൈനിൽ തുരയ്ക്കാൽ അവനൊരു വോൾട്ടേജ് ഡ്രിൽ ഉപയോഗിക്കുന്നു. ഓരോ ഏതാനും ഇഞ്ചിലും അമിതമായി ചൂടാകുന്നത് തടയാൻ അവൻ ശ്രദ്ധാപൂർവം ഡ്രില്ലിനുള്ളിൽ ഒരു പ്രത്യേക തണുപ്പിക്കുന്ന ദ്രാവകം കുത്തിവെക്കുന്നു. കാരണം ഒരു ചെറിയ തെറ്റുപോലും ഒരു സ്ഫോടനത്തിന് കാരണമായേക്കാം. അതൊരു ഗ്രാമത്തെ മുഴുവൻ തുടച്ചു നീക്കാൻ പര്യാപ്തമാണ്. അതിനെക്കുറിച്ച് ഓർക്കുന്നത് പോലും ഭയങ്കരമാണ്. എന്നിട്ടും ഈ ആളുകൾ പിന്മാറുന്നില്ല. എന്തുകൊണ്ട്? കാരണം കുഴി കൃത്യമായി ഉണ്ടാക്കുകയും എണ്ണ ഒഴുകാൻ തുടങ്ങുകയും ചെയ്താൽ അതിൻ്റെ കരിഞ്ചന്ത വില 100 കണക്കിന് ദശലക്ഷം ഡോളറിന് മൂല്യമുള്ളതാണ്. ഇതിനകം ചെറുക്കൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അവൻ പിന്മാറിയില്ല. അവൻ അവസാനമായൊരു തള്ളൽ നൽകി ഡ്രിൽ ആഴത്തിലോടിച്ചു. എന്നിട്ട് പെട്ടെന്ന് പുറത്തെടുത്തു. അടുത്തു നിന്നിരുന്ന കോൺട്രാക്ടർ തരം മനുഷ്യൻ പരിഭ്രാന്തനായി. എന്താ ഡ്രിൽ പുറത്തെടുത്തത്? ചെറുക്കൻ ശാന്തമായി മറുപടി നൽകി. ജോലി കഴിഞ്ഞു, ഇനി എനിക്ക് 240 മില്യൺ തരൂ. ആ മനുഷ്യൻ ദേഷ്യപ്പെട്ടു. നിനക്ക് ഭ്രാന്താണോ? കുഴി ഇതുവരെ തീർന്നിട്ടില്ലല്ലോ. നിന്നെ ഇപ്പോൾ മരുഭൂമിയിലേക്ക് അയക്കണോ? പക്ഷെ ചെറുക്കൻ ശാന്തനായി നിന്നു. അവൻ പ്രഷർ മീറ്റർ ഘടിപ്പിച്ച് പൈപ്പ് ലൈനിലേക്ക് ബന്ധിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പൈപ്പിന് 15 മില്ലിമീറ്റർ കനമുണ്ട്. ഞാൻ 14 മില്ലിമീറ്റർ തുടർന്നിട്ടുണ്ട്. അസംസ്കൃത എണ്ണ സമ്മർദ്ദത്തിൽ കുതിച്ചെത്തുമ്പോൾ ശേഷിക്കുന്ന 1 മില്ലിമീറ്റർ തനിയെ പൊട്ടും. സ്ഫോടന സാധ്യതയില്ല. അപ്പോൾ തന്നെ മീറ്റർ 0.1 നിന്ന് 99ലേക്ക് എണ്ണാൻ തുടങ്ങി. പെട്ടെന്ന് എണ്ണ പൂർണ്ണശക്തിയിൽ പുറത്തേക്ക് ചീറ്റി. ആ മനുഷ്യൻ അമ്പരന്നുപോയി. ഇതൊരു മാജിക്കാണ്. മിനിറ്റുകൾക്കുള്ളിൽ ജോലി കഴിഞ്ഞു, പണവും കൈമാറി. ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ കൂടെ ജോലി ചെയ്യൂ, ഒരു വർഷം 1.2 ബില്യൺ ഡോളർ സമ്പാദിക്കാം. ചെറുക്കൻ മറുപടി നൽകി, ഞാൻ ആർക്കും വേണ്ടി ജോലി ചെയ്യുന്നില്ല. ആ മനുഷ്യൻ കൂട്ടിച്ചേർത്തു, എങ്കിലൊരു 36 ബില്യൺ ഡോളർ പദ്ധതിയെക്കുറിച്ച് എന്തു പറയുന്നു? വലിയ ബോസിന് നിനക്ക് പരിചയപ്പെടുത്തി തരട്ടെ. അവർ ടെറസിൽ വെച്ച് കണ്ടുമുട്ടി. വലിയ ബോസ് ചോദിച്ചു, 36 ബില്യൺ ഡോളർ വിലമതിക്കുന്ന എണ്ണ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുമോ? ചെറുക്കൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് കഴിയും. പക്ഷേ ആദ്യം ഇത്രയും എണ്ണ എവിടെ ഒളിപ്പിക്കുമെന്ന് ചിന്തിക്കുക.